കുറെ ബസ്സും കാറും എല്ലാ ടോയ്സും ഉണ്ടല്ലോ. ആ ഇവിടത്തേക്ക് പോവാ. ഇവിടെയും കുറെ റിമോട്ട് കൺട്രോൾ അപ്പൊ നമ്മളെ നാട്ടിൽ ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് വരുമ്പോ നമുക്ക് അതിന്റെ ഉള്ളിലൊന്ന് പോയി കാണണ്ടേ? നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? എന്നെ കൂട്ടുവാ. ഇതിന്റെ ഉള്ളിലേക്കോ? അവരെ കൂട്ടാലേ? ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റ് എവിടെയും കണ്ടിക്കോ? ഇല്ല. ഉറപ്പാ? ഉറപ്പ്. അത് നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്താലോ? 32,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ആദ്യം നോക്കിയാലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കിയാലോ? ഫുഡ്, നോൺ ഫുഡ്, ഗ്രോസറി ആയിട്ട് ഒരു കൊണ്ടുവരാൻ തരുമോ? നീ മിണ്ടായിരുക്ക. ഇത് പറയുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് കിൻഡർ ജോയ്. ബാക്കി കൂടി ഒന്ന് പറയട്ടെ. വേണ്ട. ഫാൻസി ബേക്കറി, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. എനിക്ക് പോണോ? എടുത്തോ, എത്ര ഉണ്ടെങ്കിലും എടുത്തോ. പിന്നെ നല്ല ഫിഷും മീറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടും കൂടി ഉണ്ട്. വെജിറ്റബിൾ സെക്ഷൻ ആണ് ഈ കാണുന്ന മൊത്തം. അപ്പൊ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് മുകളിൽ പോയി നോക്കാം എന്തൊക്കെയാണ്. ബാ. അപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ സ്കൂൾ ബാഗ് ഒക്കെ കാണുന്ന ചെക്കൻ പോയി വെച്ചിടല്ലേ. കണ്ടോ, സ്കൂൾ ബാഗിനൊക്കെ നല്ല ഓഫർ ഉണ്ട് ചേച്ചി. സ്കൂൾ ബാഗ് മാത്രമല്ല, സ്കൂളായിട്ട് എല്ലാത്തിനും ഓഫർ ഉണ്ട്. എടാ മതി ഇവനെ കൊണ്ട് കുടുങ്ങിട്ട് ഇവിടെ വെക്ക്. നിനക്ക് ഇവിടെ കേട്ടോ, ഞാൻ ഉരുട്ടിക്കോളം നിന്നെ. അങ്ങോട്ട് വാട്ടർ ബോട്ടിലുകൾ ഉണ്ട് കേട്ടോ. പിന്നെ ഇത്രയും വാട്ടർ ബോട്ടിൽ പിന്നെ എന്താക്കാനാ? കുപ്പി മാത്രമല്ല മോനെ, പെൻസിൽ പൗച്ച് എത്രയുള്ളത്? ടിഫിൻ ബോക്സ് ആയാലും സ്നാക്സ് ബോക്സ് ആയാലും ഒരുപാട് തന്നെ കാണാണ്ടേ ഇവിടെ. ദാദാ ഇവൻ പോയി. എടാ ടോയ്സ് അവിടെ വെക്ക്. എനിക്ക് ഇഷ്ടംപോലെ ടോയ്സ് ഉണ്ട്. നിന്നെ പിടിച്ച് നിർത്തിയാൽ അവിടെ നിനക്ക് പുരയിലേക്ക്, അടുക്കളയിലൊക്കെ, എവിടത്തേക്ക് വേണമെങ്കിലും എല്ലാ സാധനങ്ങളും ഒക്കെ സെക്കൻഡ് ഫ്ലോറിൽ ഇങ്ങനെ നിരത്തി വെച്ചിക്കേ. ഗ്യാസ് അടുപ്പ്, മിക്സി, ഗ്രൈൻഡർ, എല്ലാ സാധനങ്ങളും ഉണ്ട്. വാഷിംഗ് ചെക്കൻ ഇവിടെ അതിന് ഫ്രിഡ്ജും ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്, അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ വയനാട്ടിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ്, ഹൈപ്പർ സിറ്റി ഹൈപ്പർ മാർക്കറ്റ് ഇനാഗ്രേഷൻ നിങ്ങൾ എല്ലാവരും നമ്മൾ അറിയിക്കൂട്ടോ.